ഈ കാണുന്നത് ഞാനിവിടെ 107 രൂപയ്ക്ക് വാങ്ങിയ ഓഡിയോ പ്ലെയർ പാനലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബാറ്ററിയും സ്പീക്കറും പിന്നെ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലും മതി. ഇതിൽ FM റേഡിയോ കിട്ടും, അതുപോലെ പെൻ ഡ്രൈവും മെമ്മറി കാർഡ് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം. അതുപോലെ ബ്ലൂടൂത്ത് ഉണ്ട്, അതിൽ ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്, പിന്നെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ മൈക്ക് കണക്ട് ചെയ്താലും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ ഈ ഒരു ഓഡിയോ പ്ലെയറിൽ 2 സ്പീക്കർ ഔട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആംപ്ലിഫയർ ബോർഡൊന്നും ഉപയോഗിക്കേണ്ട. ഇതിൽ നമുക്ക് നേരിട്ട് സ്പീക്കർ കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ FM റേഡിയോയുടെ ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ച് തരാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. മറ്റൊരു നമ്പർ 0484 2 42 63 97. നമ്പർ ആവർത്തിക്കാം: 94 46 45 58 88. 0484 2 42 63 97. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 മണിക്ക്. അപ്പോൾ ഈ ഒരു പാനൽ FM ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റീചാർജബിൾ FM റേഡിയോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയറൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പാനൽ വാങ്ങിയാൽ മതി. അതുപോലെ ഈ ഒരു പാനലിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി അത് നമുക്ക് ഈ ഒരു പാനൽ വഴിയാണ് ചാർജ് ചെയ്യാം. അതിനുള്ള ചാർജിങ് സോക്കറ്റ് ഉണ്ട്, മൊബൈൽ ചാർജർ കണക്ട് ചെയ്താൽ മതി. ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയാനുള്ളത്, ഇത് ഓൺ ആക്കുമ്പോഴും അതുപോലെ മോഡ് മാറ്റുന്ന സമയത്തും ബ്ലൂടൂത്ത് മോഡ്, FM മോഡ്, അങ്ങനെ ആ ഒരു വിളിച്ച് പറഞ്ഞുള്ള സംഭവം അനൗൺസ്മെൻറ്റ് അതുണ്ട്. പിന്നെ ഈ ഒരു പാനലിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ഒരു ചാനൽ 5 വാട്ട്സ് വീതമാണ്, 5+5 അങ്ങനെ ടോട്ടലായിട്ട് 10 വാട്ട്സ് ആണ് ഔട്ട്പുട്ട്. ഈ ഒരു പാനൽ ഞാനിവിടെ 107 രൂപയ്ക്ക് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വയറും അതുപോലെ റിമോട്ട് കിറ്റും കൂടെ ആകുമ്പം 200 സംതിങ് ആവും. ഞാനിവിടെ മേടിച്ചത് ഈ പാനൽ മാത്രമാണ്. ഈ കാണുന്ന ഈ ഓഡിയോ പ്ലെയർ മാത്രമാണെങ്കിൽ 107 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സ് ഈ ഷോപ്പിൽ ചെല്ലുകയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് ഉണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൽ 1ാമത്തെ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ഈ ഒരു ഓഡിയോ പ്ലെയറിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഡിയോ പ്ലെയർ പാനൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഓൺലൈനായിട്ട് മേടിക്കാനുള്ള ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ഓൺ ഓഫ് ഒരു സ്ലൈഡിങ് സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് 4 സ്വിച്ച് ഉണ്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ചാനൽ മാറ്റാനൊക്കെ ആയിട്ടും പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ അങ്ങനെയായിട്ട്. പിന്നെ മൈക്കിൻ്റെ സോക്കറ്റ് ഉണ്ട്, മൈക്ക് കണക്ട് ചെയ്താലും വലിയ സൗണ്ടൊന്നുമില്ല. അതുപോലെ നമുക്ക് മൈക്കിൻ്റെ മാത്രമായിട്ട് സൗണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ അതിനുള്ള സെറ്റപ്പൊന്നും ഈ ഒരു പാനലിലില്ല. പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള പിന്നെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള USB സോക്കറ്റ് അങ്ങനെയൊക്കെയാണ്. ഈ കാണുന്നതാണ് ചാർജിങ് സോക്കറ്റ്. ഇതിലേക്ക് നമുക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് റീചാർജ് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി, ഇതിന് തൊട്ട് ചേർന്നായിട്ട് ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ IR സെൻസർ ഉണ്ട്. റിമോട്ട് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ വേണമെങ്കിൽ 107 രൂപയ്ക്ക് റിമോട്ട് ഇല്ലാതെയാണ് കിട്ടുന്നത്. 200 സംതിങ്ങിനാകുമ്പം റിമോട്ടും ഇതിൻ്റെ ആ ഒരു കണക്ടറിൽ കണക്ട് ചെയ്യുന്ന വയർ കണക്ടർ എല്ലാം കൂടെ കൂടിയാണ്. പിന്നെ ഈ ഒരു പാനൽ വർക്ക് ചെയ്യാൻ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഇത് 90 രൂപ മുതലുള്ള കിട്ടും. ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ ചോദിച്ചാൽ മതി. ഈ ഒരു പാനൽ ഉപയോഗിക്കേണ്ടത് ഇതുപോലത്തെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ലിഥിയം ബാറ്ററി എടുക്കുക. ഈ ഒരു ബാറ്ററിയിൽ 2 വയർ കണക്ട് ചെയ്യുക, പോസിറ്റീവിലും നെഗറ്റീവിലും. അതുപോലെ ലിഥിയം ബാറ്ററിയിൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം അയൺ കുത്തിപ്പിടിച്ച് ചൂടാക്കരുത് ബാറ്ററി. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററിയിൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് ആദ്യമേ കുറച്ച് ലെഡ് മാത്രം ഈ ഒരു ബാറ്ററിയിൽ ഒഴുക്കി പിടിപ്പിക്കുക. അതിന് രണ്ടാമതാണ് വയർ പിടിപ്പിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചോളും. ഇനി സോൾഡർ ചെയ്യാൻ അറിയില്ലാത്തവരാണെങ്കിൽ ഇങ്ങനത്തെ വയർ കണക്ട് ചെയ്ത ബാറ്ററി മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വയറിൻ്റെ എൻഡിൽ ചെറിയൊരു കണക്ടർ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ടർ നമുക്ക് ഈ ഒരു ബോർഡിലുള്ള സോക്കറ്റിലേക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാൻ നോക്കണം. ഈ ഒരു റെഡ് സോക്കറ്റിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. അവിടെ കറക്റ്റായിട്ട് പ്ലസ് മൈനസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബാറ്ററിയും 2 സ്പീക്കറും കണക്ട് ചെയ്താൽ മതി. സ്പീക്കർ ഓൺ ആയാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. ഒരു സ്പീക്കർ ഔട്ടിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്യരുത്. പിന്നെ FM ആൻറ്റിനേക്കുള്ള വയർ സോൾഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ഇതിലേക്ക് ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു പാനലിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ചാർജിങ് സോക്കറ്റ് ഇതിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്താൽ മതി. ബാറ്ററി ചാർജൊക്കെ ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആയിക്കോളും. അതിന് ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കാണിക്കാം. മഴയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതുപോലെ FM റേഡിയോ ക്യാൻറ്റീനായിട്ട് ഞാൻ ചെറിയൊരു വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. Bluetooth mode. FM mode. തെരുവുനായ ആക്രമണം. വയോധികയ്ക്കും അതുപോലെ നമുക്ക് ഇതിനകത്ത് FM ചാനലെല്ലാം സ്കാൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഈ ഒരു പാനലിലെ പ്ലേ ആൻഡ് പൗസ് ബട്ടൺ ഇതിൽ നിന്ന് പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ സെർച്ച് ആവും. കിട്ടുന്ന ചാനൽ ലിസ്റ്റ് മാത്രം സേവ് ആവും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് ഓരോ ചാനൽ സെലക്ട് ചെയ്താൽ മതി, എളുപ്പമുണ്ട്. ഇതിങ്ങനെ ചാനൽ സെർച്ച് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല, ആദ്യമേ മാത്രം ഒന്ന് ചെയ്താൽ മതി. ഈ ഒരു പാനലിൽ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കിതുപോലെ ചാനൽ സെർച്ച് ചെയ്യേണ്ടി വരും.
ആയിരിക്കാം, ചിലപ്പോൾ കിടക്ക. അപ്പോൾ ഇതിൽ പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്ത വേറെ ഒന്നും ഉണ്ടല്ല, കോപ്പി റൈറ്റ് ആയിട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് എഫിൻ്റെ ഒരു ക്വാളിറ്റി മാത്രം കേൾപ്പിച്ച് തരാം. സംശയങ്ങൾക്ക് ഹൈക്കോർട്ട് അഭിഭാഷകനും GST ഫാക്കൽറ്റിയുമായ ഡോക്ടർ KS ഹരിഹരൻ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 94 46 45 58 88. മറ്റൊരു നമ്പർ 0484 ബാക്കി ചാനലുകളെല്ലാം പാട്ടായതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ തൊടുപുഴയിലുള്ള കിഷോർ ഇലക്ട്രോണിക്സ് ഈ ഒരു ഷോപ്പിൽ ചെല്ലുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു ഷോപ്പുള്ളത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 150 മീറ്ററാണ് ദൂരം. ഈ ഒരു ഷോപ്പിൽ തന്നെ നമ്മളിന്ന് ഉപയോഗിച്ച പോലത്തെ ലിഥിയൻ ബാറ്ററിയും കിട്ടും. ബാറ്ററിക്ക് 90 മുതലാണ് സ്റ്റാർട്ടിങ്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഡിയോ പ്ലെയർ പാനൽ ആമസോണിൽ നിന്ന് മേടിക്കാനുള്ള ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി ഓൾ കൂടി സെലക്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.